ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു അച്ചാറിട്ടാലോ. ഇന്ന് നമ്മൾ ഉപ്പിലിട്ട ചെറുനാരങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ചെറുനാരങ്ങ ഞാനൊരു 1.5 മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ചതാണ്. അത് നമുക്കിനി എടുത്തിട്ട് അച്ചാറിടാം. അതിനുവേണ്ടി നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ക്രഷ് ചെയ്തത് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊക്കെ ഇടുമ്പം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുനാരങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യേണ്ട. ഈ ചെറുനാരങ്ങ ഉപ്പിലിട്ടപ്പോൾ ഞാൻ വിനാഗിരിയും ഉപ്പും അതുപോലെ ഞാൻ കാന്താരി മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എരിവിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടി കാന്താരി മുളകും ചെറുനാരങ്ങയും കൂടിയാണ് ഉപ്പിലിട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് പിടിപ്പിച്ചു. ഇനി ഞാനിതൊന്ന് തണുക്കാൻ വെക്കുകയാണ്. അത്യാവശ്യം ഒരു തണുത്ത് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് നല്ല രീതിയിൽ തണുത്ത് ഒരല്പം പോലും ചൂടില്ലാതെ ആകുമ്പോൾ നമുക്കിതിൽ ഇത് ബോട്ടിലേക്കിട്ട് നല്ല വൃത്തിക്ക് അടച്ച് സൂക്ഷിക്കാം. ഇതിപ്പം ഓൾറെഡി ഉപ്പിലിട്ടത് കൊണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.